അങ്ങനെയാണെങ്കിൽ അളിയൻ ഈ മാസം ഞാൻ വിളിച്ചിട്ടില്ല. ശരിയാ, ഈ മാസം വിളിച്ച് കാണൂല. കാരണം ഈ മാസം തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയോളൂ. കഴിഞ്ഞ മാസം നീ വിളിച്ചില്ലടാ. കഴിഞ്ഞ മാസം ചിലപ്പോ ഞാൻ വിളിച്ചോ എനിക്ക് ഓർമ്മയില്ല എന്ന് പോയേച്ചി. കാരണം മൊത്തം ഒന്നും തന്നോണ്ടല്ല, എല്ലാം ഇപ്പൊ ഓർമ്മ വരും. ഞാൻ കഴിഞ്ഞ മാസം വിളിച്ചു കാണും. എന്റെ പൊന്നോ, എന്റെ ഒരു അളിയനല്ലേ. നീ എനിക്ക് പാര വെക്കലല്ലേടാ പണി. സത്യം പറയടാ, നിനക്ക് എനിക്ക് പാര വെച്ചിട്ട് നിനക്ക് എന്താണ് ലാഭം? എനിക്ക് ഭയങ്കര ലാഭം തന്നെ. ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം വിളിച്ച് അങ്ങോട്ട് ഒറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ അറബിയുടെ 500 ഏക്കർ മരുഭൂമി എഴുത്തരാന്ന് അളിയൻ പറഞ്ഞു. കേശുവേ, നീ പിന്നെ എന്റെ ചൊറിയാണ് കേട്ടാ. ഞാൻ പിന്നെ ചൊറിയാതെ എന്ത് പറയണം? ചേച്ചി ചൊറിയാതെ കാര്യം പറ. നീ എന്തിനാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിദ്ധുവിനെ വിളിച്ച് പറയണത്? ഞാൻ ഇവിടെ ഗ്യാസ് കീറുന്ന ആരും ചേട്ടനെ വിളിച്ച് പറഞ്ഞു, അളിയനെ വിളിച്ച് പറഞ്ഞാ ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഞാൻ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞെന്ന് പറയണേ? ഞാൻ പറയട്ടെ, പറ. ഇവിടെ ആര് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല. ഞാൻ എന്റെ തന്നിഷ്ടത്തിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നീ വിളിച്ച് പറഞ്ഞില്ലടാ. അതിപ്പോ അവൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മൂമ്മ മിണ്ടാതിരിയേട്ടാ. അത് കഴിഞ്ഞ് ഇവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ കൊച്ചിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണെന്ന്. ചേച്ചി അങ്ങനെ പറയരുത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്താണോ പറഞ്ഞത്? ചേച്ചി കൊച്ചിനെ കൊണ്ടിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമർ ശ്രദ്ധിക്കണം. ചേട്ടൻ പറഞ്ഞാലും കാര്യമില്ലേ? ചേച്ചി ഇപ്പൊ കല്ലുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? എനിക്ക് കൊണ്ടുവന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ആ കുരിപ്പ് വരണ്ടേ. അതിലവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുഴിപ്പറത്തെ അച്ഛനും അമ്മേനെ മതി. പിന്നെ അതിനും വേണ്ടി കുറച്ച് മനസ്സമാധാനം.